ഇപ്പോൾ എത്തുന്ന ഒരു വാർത്ത കാസർഗോഡ് നിന്ന് മടിക്കയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് നാടിനെ പരിഭ്രാന്തിലാക്കിയ പോത്തിനെ കിണറ്റിൽ കണ്ടെത്തിയിരിക്കുന്നു. കാട്ടുപോത്തിനെ കരക്കെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങൾ നൽകും. ജോസഫ്, കാട്ടുപോത്ത് കിണറ്റിൽ വീണിരിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫിജി, ഇന്ന് ഉച്ചയോടെയാണ് കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് പരിഭ്രാന്തിയിലായ നാട്ടുകാർ വ്യാപക തെരച്ചിൽ നടത്തി. ഇതിനുശേഷം വൈകിട്ടോടെയാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാട്ടുപോത്ത് കിണറിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നീലേശ്വരത്ത് നിന്ന് പോലീസും വനപാലകരും ഫയർഫോഴ്സും എത്തി ഇതിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇരുട്ടായത് മൂലം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പോൾ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. 12 മണിക്ക് ശേഷം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എത്തി ഈ കാട്ടുപോത്തിനെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം തുടരുമെന്നാണ് നമ്മൾ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 4 മണിക്ക് വനത്തിൽ കാട്ടുപോത്തിനെ തിരിച്ചെത്തിക്കാനുള്ള ഒരു ശ്രമവും വനപാലകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഏതൊക്കെയായാലും ജനങ്ങളെ ഏറെ പരിഭ്രാന്തിയിലാക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. കാരണം വനത്തിൽ നിന്ന് ഏറെ അകലെയാണ് ഈ ജനവാസ മേഖല. ഇവിടെയാണ് ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ഏതൊക്കെയായാലും ആളുകൾക്കൊന്നും അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. ഏതൊക്കെയായാലും ഈ 12 മണിക്ക് ശേഷം ഈ കാട്ടുപോത്തിനെ JCB അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതൊക്കെയായാലും ഇപ്പോൾ ശ്രമങ്ങൾ, അതായത് കാട്ടുപോത്തിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ആളുകൾ അങ്ങോട്ട് വരുന്നതിനെ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും തടയുന്നുണ്ട്. 12 മണിക്ക് ശേഷം, രാത്രി 12 മണിക്ക് ശേഷം ദൗത്യവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഫിജി, ജോസഫ്, അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലായുള്ള ഒരു പ്രദേശമാണോ? ഫിജി, ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലായി ഉള്ള ഒരു പ്രദേശമല്ല. അതാണ് നാട്ടുകാരെ ഏറെ അമ്പരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ അകലെയായിട്ടാണ് വനപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ വനത്തിൽ നിന്നും ഇത്രയും അകലെ, ജനവാസ മേഖല ഇത്രയുമുള്ള ഒരു മേഖലയിൽ എങ്ങനെ കാട്ടുപോത്തെത്തി എന്നാണ് ജനങ്ങളെ അതിശയിപ്പിക്കുന്നത്. മറ്റു വന്യമൃഗങ്ങളുണ്ടോ, ഇതുകൂടാതെ മറ്റു കാട്ടുപോത്തുകൾ ഉണ്ടോ എന്നുള്ള കാര്യം അടക്കം ജനങ്ങൾ അതിന്റെ ഒരു ആകുലതയിലാണ്, ആശങ്ക അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയായാലും ഒരു കാട്ടുപോത്തിനെ ആണ് കണ്ടത്. ആ കാട്ടുപോത്തിനെ കണ്ടെത്തിയതിലുള്ള ഒരു ആശ്വാസവും നാട്ടുകാർക്കുണ്ട്. ഏതൊക്കെയായാലും ആളപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ഫിജി, ശരി ജോസഫ്. കാസർഗോഡ് മടിക്കൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിനെ കണ്ടിരുന്നു. പരിഭ്രാന്തി പരത്തിയ കാട്ടുപോത്ത് ഇപ്പോൾ ഒരു കിണറ്റിൽ അതിനെ കണ്ടെത്തിയിരിക്കുന്നു. രാത്രി 12 മണിക്ക് ശേഷം കിണറ്റിൽ നിന്ന് കാട്ടുപോത്തിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും.